ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇൻഡെക്സ് അക്വ മിങ്ങിൻ്റെ സ്പീക്കർ, മൈക്ക്, റിങ്ങർ പ്രോബ്ലംസിനെ കുറിച്ചാണ്. പിന്നെ ഇത് ലോ സൗണ്ടോ ഒക്കെ ആണെന്നൊരു എങ്ങനെ ജമ്പർ കൊടുക്കുക, എങ്ങനെ ഇത് റിപ്പയർ ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. ഹലോ, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കമ്പോണൻ്റാണ്, ഇതാണ് ഇതിൻ്റെ റിങ്ങറിൻ്റെ കണക്ഷൻ കയറുന്നത് നേരെ ഈ ഡിസ്പ്ലേ കണക്ടറിൻ്റെ തൊട്ടടിയിൽ 2 പോയിൻറ്റുകൾ കാണുന്നില്ലേ, ആ 2 പോയിൻറ്റുകളിലേക്കാണ്. അപ്പോൾ ഈ റിങ്ങർ കംപ്ലൈൻ്റ് ആണെന്നൊരു നിങ്ങൾ ആദ്യം റിങ്ങർ മാറ്റി വെച്ച് നോക്കുക. റിങ്ങർ മാറ്റി വെച്ച് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾ കണ്ടിന്യൂറ്റി പ്രോബിലിട്ടേച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻ ബ്രേക്ക് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രോബ് നെഗറ്റീവിൽ വെച്ചേച്ച് ഇവിടെ രണ്ടിലും റെസിസ്റ്റൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. റെസിസ്റ്റൻസ് വരുന്നില്ല, ആ ലൈൻ ബ്രേക്ക് ആയിരിക്കും. അങ്ങനെ ഉണ്ടെന്നൊരിൽ ആ ലൈന് കൊടുക്കേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ ഇത് കണ്ടോ, ഇവിടെ 2 കമ്പോണൻ്റ് ഇരിക്കുന്ന ഈ കമ്പോണൻസിലേക്കാണ് ഈ കണക്ഷൻ കയറുന്നത്. 2 കമ്പോണൻസിലേക്കും. ഇപ്പോൾ ഒരു ലെഗിലേക്ക് ഒരു കണക്ഷനും മറ്റേ ലെഗിലേക്ക് മറ്റൊരു കണക്ഷനുമാണ് കയറുന്നത്. ഇതിൻ്റെ ഈ സൈഡിലോ മുകളിലത്തെ സൈഡിലോ കൊടുക്കാവുന്നതാണ്, അത് കുഴപ്പമില്ലാത്തതാണ്. പിന്നെ റിങ്ങർ ആയതുകൊണ്ട് മാത്രം പൊളാരിറ്റി ഇല്ല, നിങ്ങൾ കൊടുക്കുന്നത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് റിങ്ങറിൻ്റെ കണക്ഷൻ. പിന്നെ മൈക്കിൻ്റെ കണക്ഷൻ പറയാം. മൈക്കിൻ്റെ കണക്ഷൻ ഇത് ഈ തൊട്ട് താഴെയാണ്, ഈ സൈഡിൽ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ റിങ്ങറിൻ്റെ കണക്ഷൻ. ഈ മൈക്കിൻ്റെ കണക്ഷൻ ഇവിടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൈക്ക് ഒരെണ്ണം ആദ്യം മാറ്റി നോക്കുക, വേറൊരു മൈക്ക് ഇടുക. സാധാരണ യൂണിവേഴ്സൽ മൈക്ക് ഒരെണ്ണം കൊടുത്താൽ മതിയാവും. അപ്പോൾ മൈക്കിന് ലോ സൗണ്ടോ സൗണ്ട് തീരെ ഇല്ലായ്മയോ ഒക്കെ ആണെന്നൊരു ആദ്യം മൈക്ക് മാറി നോക്കുക. മൈക്ക് മാറി നോക്കി വെച്ച് മൈക്കിൻ്റെ കണക്ഷൻ കയറുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഹോള് കാണാം. അതിൻ്റെ മുകളിൽ 2 ഡയോഡ് ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിൽ 2 ബ്ലാക്ക് കമ്പോണൻസ് ഇരിപ്പുണ്ട്, 2 എണ്ണം. ആ 2 കണക്ഷനിലേക്കാണ് ഇതിൻ്റെ മൈക്ക് വേസ് ചെന്ന് കയറുന്നത്. അതിൻ്റെ ഈ ഓരോ കണക്ഷനും 2 പോളുണ്ടാവുമല്ലോ, ഒരു കമ്പോണൻറ്റിന് 2 പോളുണ്ടാവുമല്ലോ. അതിലേത് പോളിൽ വേണമെങ്കിലും കൊടുക്കാം, നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങോട്ടാണ് കണക്ഷൻ കയറുന്നത്. അതും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലൈൻ ബ്രേക്ക് ആണോ എന്നറിയാനായിട്ട് നിങ്ങളൊരു പ്രോബ് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാണിക്കുന്നില്ലെങ്കിൽ ഈ പോളിൽ കാണിക്കുന്നില്ലെന്നൊരു ഇവിടുന്നുള്ള സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ജമ്പർ അടിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതാണ് മൈക്കിൻ്റെ ബേസ്. ഇനി സ്പീക്കറിൻ്റെ പറയാം. സ്പീക്കറിൻ്റെ കണക്ഷൻ ഇവിടെയാണ് കയറുന്നത്. ആദ്യം തന്നെ പറയട്ടെ, സ്പീക്കർ ലോ സൗണ്ടൊക്കെ ആണെന്നൊരു അതിന് പ്രധാനമായിട്ട് വരുന്നത് നിങ്ങൾ കുറേ സ്പീക്കർ മാറി നോക്കണം, എന്നാലേ നിങ്ങൾക്കൊരു സ്പീക്കർ ഒത്തു കിട്ടുകയുള്ളൂ. അപ്പം ഇതിൻ്റെ കിടന്ന ആ ഒരു കറക്റ്റ് ഓമിനുള്ള സ്പീക്കർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലിടുമ്പോൾ സൗണ്ട് കുറവായിരിക്കും. വേറൊരു ഫോണിൽ നിങ്ങളിടുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരിക്കും, വർക്ക് ചെയ്യും, നല്ല സൗണ്ടുണ്ട്. പക്ഷേ ഈ ഫോണിലിടുമ്പോൾ വർക്ക് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പീക്കർ മാറി നോക്കുക, അതാണ് ഏറ്റവും വലിയ വഴി. അത് കഴിഞ്ഞേച്ച് നിങ്ങൾക്ക് സ്പീക്കറിൻ്റെ അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ ബ്രേക്ക് ആയോ എന്ന് നോക്കാം. ബ്രേക്ക് ആയോ എന്ന് നോക്കാനായിട്ട് നിങ്ങളൊരു പ്രോബ്, ഇത് കണ്ട് ഇതൊക്കെ നെഗറ്റീവാണ്, ഇവിടെ ഒരു പ്രോബ് വയ്ക്കുക, പുറത്തിങ്ങോട്ട് നോക്കുക, ഏതായാലും റെസിസ്റ്റൻസ് ഉണ്ടോയെന്ന് കാണിക്കുക. റെസിസ്റ്റൻസ് കാണിക്കുന്നില്ലെങ്കിൽ ഇത് ഈ ലൈൻ ബ്രേക്ക് ആയിരിക്കും. അതേസമയം ഇപ്പുറത്തെ ലൈനിലാണ് കാണിക്കുന്നില്ലെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ കണക്ഷൻ എങ്ങോട്ടാണ് കയറുന്നതെന്ന്. അതിപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ഈ ഇയർഫോൺ ജാക്കറ്റിൻ്റെ തൊട്ട് താഴെ 2 കമ്പോണൻസ് ഇരിപ്പുണ്ട്. 2 ബ്ലാക്ക് കമ്പോണൻസാണ്. ആ കമ്പോണൻസിലേക്കാണ് ഈ പറയുന്ന ഇയർഫോണിൻ്റെ കണക്ഷൻ കയറുന്നത്. അപ്പോൾ ഇതിൽ
ജമ്പർ കൊടുക്കാനാണെന്നൊരു ഇതിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും, ഇതിന് 2 പോളുകളുണ്ട് ഒരു കമ്പോണൻറ്റിന്, അതിൽ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കമ്പോണൻറ്റ് ഓപ്പൺ ആയാലും സ്പീക്കർ വർക്ക് ചെയ്യാത്ത പ്രശ്നം കാണിക്കും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ അത് ഓപ്പണായി സാധനം ബ്രേക്കായി പോയിട്ടുണ്ടെങ്കിൽ, കണക്ഷൻ വരുന്നില്ലെന്നൊരിൽ സ്പീക്കർ വർക്ക് ചെയ്യില്ല. ഹെഡ്ഫോണിൻ്റെ ജാക്കിൻ്റെ തൊട്ട് താഴെ മേളിലും താഴെയായിട്ട് 2 കമ്പോണൻറ്റ്സ് കറുത്ത ഇരിപ്പുണ്ട്. ഏതാണ്ട് ഈ ഭാഗത്താണ്. അതിലേക്കാണ് നിങ്ങൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.